ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആവിയിൽ വേവിച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. അതേപോലെ എല്ലാ കേക്കിനും പറ്റിയ കേക്ക് ബേസ് എങ്ങനെ പെർഫെക്റ്റായി ഉണ്ടാക്കാമെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും. ഇപ്പോൾ എല്ലാവരും ഒരുവിധം കേക്ക് ഉണ്ടാക്കണവരാണ്. അപ്പോൾ നമുക്കിപ്പോൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പോവോ, പാത്രം കേടുവരുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ട് അല്ലേ. പക്ഷേ ആ ടെൻഷനൊന്നും ഇല്ലാതെ ആവിയിൽ വേവിച്ചിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇത് മുട്ടയൊന്നും ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നാരങ്ങ നീര് അല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർത്താൽ മതി 1 കപ്പ്, അല്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതൊരു 10 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക്. അതിന് ശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയട്ടെ. ഇപ്പോൾ 10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്കിനി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബട്ടർ മിൽക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് തൈര് ഉണ്ടെങ്കിൽ തൈര് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെങ്കിലും എടുക്കുക. ഒലീവ് ഓയിൽ ചേർക്കരുത്, അതേപോലെ വെളിച്ചെണ്ണ ചേർക്കരുത്. പിന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പൊടിച്ച പഞ്ചസാരയൊന്നും അല്ല ചേർക്കണേ, സാധാ പഞ്ചസാര തന്നെയാണ് ചേർക്കണേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വീട്ടിലൊക്കെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഒക്കെ ഉണ്ടായാൽ മതി. എന്നാൽ തന്നെ നമുക്ക് എല്ലാ മിക്സിങ്ങും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ അരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പക്ഷെ നമുക്കിപ്പോൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ മൈദ തന്നെ ചേർക്കണം. അപ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ചേർക്കുക. ഇനി ഗോതമ്പ് പൊടി ആണെങ്കിലും ഇതേപോലെ അരിച്ചിട്ട് തന്നെ ചേർക്കുക. അപ്പോൾ അതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം. ഞാൻ അറിയാതെ ആ ഫ്ലോയിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് പോയി. പക്ഷേ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ബേക്കിംഗ് സോഡ കൂടിപ്പോയാലും പ്രശ്നം തന്നെയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ അറിയാതെ കുറച്ച് ബേക്കിംഗ് സോഡ കൂടുതലായിട്ട് ചേർത്തില്ല. ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ഇപ്പോൾ എല്ലാം വെള്ളപ്പൊടി ആയതുകൊണ്ട് നടന്നില്ല. അപ്പോൾ അതിൻ്റെ കോപ്പം എന്താണെന്ന് നമുക്ക് ലാസ്റ്റ് കാണാം. കേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കണം. അപ്പോൾ കൂടുതലായിട്ട് സോഫ്റ്റായി പോകാനോ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. പറ്റുന്ന പോലെയൊക്കെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടാവുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി സമയത്ത് നിങ്ങളെടുത്തിപ്പോൾ പൈനാപ്പിൾ എസൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. ഇതിപ്പോൾ വാനില സ്പോഞ്ച് കേക്ക് അങ്ങനെയല്ലേ ഉണ്ടാക്കണം, അതുകൊണ്ടാണ് വാനില എസൻസ് ചേർത്ത്. ഇതും കൂടി പോവരുത്, ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഒരു കുത്തുന്ന ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതേപോലെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. കുത്തി ഇളക്കരുത്. എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കുത്തി ഇളക്കരുത്. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ബേക്കിംഗ് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചാൽ മതി. പിന്നെ ഒരു കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്ക് ടിന്നിൽ എണ്ണ ആക്കി കൊടുക്കുകയാണ്. നന്നായിട്ട് എണ്ണ ആക്കി കൊടുക്കണം. അതിനുശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇനി ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എണ്ണ തേച്ച് കൊടുത്തിട്ട് മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ സൈഡിലേക്കൊന്നും മൈദ തട്ടിയാക്കിയിട്ട് അവസാനം അധികമുള്ളത് തട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഈ ബട്ടർ പേപ്പർ ഇല്ലാതെയും ബേക്കിംഗ് പൗഡർ ഇല്ലാതെയൊക്കെയാണ് ഞാൻ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ളവർ അത് കാണുക. അപ്പോൾ ഇപ്പം ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ടാണ് ചെയ്യണേ. അന്ന് അതൊന്നും വെക്കാതെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാം കേട്ടോ. അപ്പോൾ അതിവിടെ കേക്ക് ടിന് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡ പ്ലസ് വിനാഗിരിയാണ് ചേർക്കണമെങ്കിൽ നമ്മൾ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രമേ ചേർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്, അത് കണ്ടാൽ മതി. ഇനി ഇത് നമുക്ക് ഒന്ന് തട്ടിക്കൊടുക്കുക, എയർ ബബിളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കേക്ക് ടിന്ന് നേരത്തെ എണ്ണ തേച്ച് കൊടുക്കണ ആ സമയത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇത് ആവിയിലാണ് വേവിച്ചെടുക്കണേ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു തട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കേക്ക് ടിന്ന് വെച്ച് കൊടുക്കണത്.
ഇനിയിപ്പോൾ ഇഡ്ഡലി ചെമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ തട്ട് വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, അല്ലാതെ തന്നെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ട് ഇതൊരു പാത്രം കൊണ്ട് മൂടി വെക്കണം. അപ്പോൾ ഇത് മൂടി വെക്കുമ്പോൾ ഇങ്ങനെ കമഴ്ത്തിയിട്ട് അടച്ച് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതെന്താണെന്ന് വെച്ചാൽ കേക്ക് പൊങ്ങി വരുമ്പോൾ ഈ അടപ്പിൽ തട്ടിയാൽ അത് പൊട്ടിപ്പോകും മോൾ ഭാഗം. അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കമഴ്ത്തി വെക്കണേ. ഇനി ഇത് ടോട്ടലായിട്ട് ഒരു പാത്രം കൊണ്ട് കവർ ചെയ്ത് വെക്കണം. പിന്നെ വെള്ളം നല്ല തിളച്ചതിന് ശേഷമാണ് ഞാൻ ഈ കേക്ക് ടിൻ ഇറക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം കേക്ക് ടിൻ ഇറക്കി വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3/4 മണിക്കൂർ വേവിക്കുക. അപ്പോൾ ഇതാ ഒരു 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇത്രയൊന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിനി ഒരു കത്തി വെച്ചിട്ട് കുത്തി നോക്കാം എന്താണ് ഉള്ളിലത്തെ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഇതാ നല്ല ക്ലീനായി തന്നെ കത്തി വന്നിട്ടുണ്ട്. കേക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ബേക്കിംഗ് സോഡ തന്ന പണി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ മോൾ ഭാഗം കണ്ട ഒരു പൊട്ടിയ മാർക്ക് വന്നിട്ടുണ്ട്. പൊട്ടിയിട്ടില്ല, പക്ഷെ അങ്ങനെ ഒരു മാർക്ക് വന്നിട്ടുണ്ട്. അത് ആ ബേക്കിംഗ് സോഡ കൂടിയും കൊണ്ടാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്താൽ മതി, അതിൽ കൂടുതൽ ചേർക്കരുത്. ഇനി കേക്ക് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം ഒരു കത്തി ഉപയോഗിച്ചിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുക. പെട്ടെന്ന് തന്നെ വിടിയിപ്പിച്ച് കൊടുക്കാൻ പറ്റും. ബട്ടർ പേപ്പറൊന്നും വെക്കാതെ മൈദയൊക്കെ വെച്ചിട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിടിയിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് കമഴ്ത്തി കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടു വരും, കാരണം നമ്മൾ നല്ല എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അധികം റിസ്ക് ഒന്നുമില്ല. അപ്പോൾ അതാ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. ഇപ്പോൾ ഓവനൊന്നുമില്ലാതെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യമൊക്കെ എപ്പോഴും തന്നെ നല്ല പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പാത്രം കരിഞ്ഞു പോകുമെന്നുള്ള പേടിയാണ്. ഇപ്പോൾ 3/4 മണിക്കൂറൊക്കെ കുക്കറിലൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെ വെക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് പിന്നെ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. പാത്രമൊന്നും എന്തായാലും കേട് വരില്ല എന്ന് ഉറപ്പാണല്ലോ. അപ്പോൾ ഇതാണ്ടോ നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏത് കേക്ക് ഉണ്ടാക്കാനാണെങ്കിലും നമുക്കൊരു കേക്ക് പേസ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കട്ടെ. കേക്ക് രാത്രിയാണ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഒരു 10:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെയാണ് പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണേ. അപ്പോൾ കണ്ടോ രാവിലെ വിപ്പിംഗ് ക്രീം എടുത്തപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് വിസ്ക് കൊണ്ട് ഇളക്കിയിട്ട് നല്ല ലൂസാക്കിയിട്ടുണ്ട്. ഇത് കടകോലാണ് കേട്ടോ, സാധാ കടകോലാണ്. അത് വുഡൻ വിസ്ക് തന്നെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്തിട്ടാണ് ഇത് നല്ല ലൂസാക്കി കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ലൂസാക്കുമ്പോഴും അടിയിൽ നല്ല തണുത്ത വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മേലെ ബൗളിലാണ് ഇത് വെച്ചിട്ടുള്ളത്. എന്നിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ലൂസാക്കി എടുത്തതിന് ശേഷം ഇതൊരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് സ്റ്റിഫായി കിട്ടാൻ വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്ററൊന്നും ഇല്ലാതെ ചെയ്യണ വിധമാണ് കാണിക്കണേ. അപ്പോൾ നിങ്ങളടുത്ത് ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ള ഈ വിപ്പിംഗ് ക്രീമാണ് ഉള്ളതെങ്കിൽ ഡയറക്റ്റായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ അത് നല്ല സ്റ്റിഫായിട്ട് വരും. ഇപ്പോൾ ഞങ്ങളെടുത്ത് കട്ടിയിലായതുകൊണ്ടാണ് ആദ്യം കുറച്ച് സമയം അത് വെള്ളം പോലെ ആക്കാനെടുത്തത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നല്ല സ്റ്റിഫായി കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ തന്നെയാണ് കേട്ടോ. ഈ ഒരു വുഡൻ വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ്, കടകോല് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇത് മൊത്തം ബീറ്റ് ചെയ്തെടുത്തത്. ഇപ്പോഴും എന്താ നല്ല തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ബീറ്റ് ചെയ്തെടുക്കണേ. അപ്പോൾ ആദ്യം നല്ല കട്ടിയായിട്ടായിരുന്നതെന്ന് പറഞ്ഞില്ലേ, അത് ലൂസായി കിട്ടാൻ അത്യാവശ്യം സമയമൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ലൂസായി വന്നതിന് ശേഷം ഞാനൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചു. അതിന് ശേഷം എടുത്തിട്ട് 10 മിനിറ്റൊക്കെ ബീറ്റ് ആയപ്പോഴത്തേനും ഇത് കണ്ടോ നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ സ്പൂണിൽ പിടിച്ചിട്ട് ഇങ്ങനെ താഴേക്ക് ഇട്ടാൽ നോക്കിയാൽ അത് താഴേക്ക് വീഴരുത്. ആ ഒരു പരുവത്തിലാണ് ഇത് വേണ്ടത്. അപ്പോൾ നല്ല സ്റ്റിഫായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം മാത്രം നമുക്ക് കേക്കിൽ തേച്ച് കൊടുക്കുക. ഇപ്പം തന്നെ ഇതിപ്പോൾ നമ്മൾ ബീറ്ററൊന്നും ഇല്ലാതെ ചെയ്തെടുത്താലേ. അപ്പോൾ ഒരു 1/2 മണിക്കൂറൊക്കെ കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. പിന്നെ ചില വീഡിയോസിലൊക്കെ മിക്സിയിൽ ബീറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ വെള്ളം പോലെ നല്ല തണുത്ത വിപ്പിംഗ് ക്രീമൊക്കെ ആണെങ്കിൽ പഞ്ചസാര ചേർത്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ തന്നെ എടുക്കുകയുള്ളൂ ബീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം നമുക്ക് കേക്ക് സൈഡിൽ കൂടെയൊക്കെ കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ കട്ടറൊന്നും കേക്ക് കട്ട് ചെയ്യാൻ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ ഇതേപോലെ സൈഡൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ ഉമ്മയാണ് ചെയ്യണേ. എനിക്ക് കേക്കിലൊക്കെ ഇങ്ങനെ പണിയെടുക്കാൻ ഭയങ്കര പേടിയാണ്. കാരണം അത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് അവസാനം അത്
കൊളായി പോയാൽ അത് ഭയങ്കര സങ്കടമല്ലേ. അപ്പം ഉമ്മ തന്നെയാണ് ഇത് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് തരുന്നത്. ഇങ്ങനെ വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്കൊരു നൂല് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കട്ടറൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തെ വരഞ്ഞു കൊടുത്ത ആ ഒരു കറക്റ്റ് ലൈനിലൂടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ കൊണ്ടുവരാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഈ രീതിയിൽ മുറിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു കറക്റ്റ് ലൈനാക്കി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ലൈന് തെറ്റിപ്പോകരുത്. അപ്പോൾ അത് ആ കറക്റ്റ് വരയിലൂടെ തന്നെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ കൊണ്ടുവരാം. ആ അറ്റത്ത് എത്തുമ്പോൾ ക്രോസ് ചെയ്ത് കൊടുക്കുക, നൂല് ക്രോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്ന പോലെ തന്നെ തിരിച്ച് ഇങ്ങനെ വലിച്ചിട്ട് ആ ഒരു ലൈനിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോരുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് കൊണ്ടുവരാം. ആ സമയത്ത് കേക്ക് ഇങ്ങനെ 2 ലെയറായിട്ട് കട്ട് ചെയ്ത് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, പൊട്ടിപ്പോവൊന്നുമില്ല. അപ്പോൾ ആ വരഞ്ഞു കൊടുക്കണത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് കൊണ്ടുവന്നാൽ നമുക്ക് 2 ലെയറായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ കേക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് എളുപ്പമാണ് കേട്ടോ ചെയ്യാൻ. അപ്പോൾ വീഡിയോയിലായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ നമുക്ക് കൊണ്ടുവരാം. ഇപ്പോൾ കണ്ടോ 2 ലെയറായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉള്ളിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമുക്കിപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ആവിയിൽ വേവിച്ചിട്ടായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിത് ക്രീമൊക്കെ തേച്ച് കൊടുക്കാം. ക്രീം തേക്കുന്നതിൻ്റെ മുമ്പിൽ കുറച്ച് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ വന്നില്ല. കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു 2 സ്പൂണൊക്കെ വെള്ളം ചേർത്തിട്ട് ഷുഗർ സിറപ്പ് ആക്കിയതാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്പോഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് വേഗം ഇറങ്ങിപ്പോയിക്കോളും. അതിന് ശേഷമാണ് ഈ ക്രീം തേച്ച് കൊടുക്കണേ. ക്രീം ഇതാ ചട്ടകം ഉപയോഗിച്ചിട്ടാണ് തേച്ച് കൊടുക്കണേ. അതിനും വലിയ ഇൻസ്ട്രുമെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതേപോലെ തേച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടാണ് അടുത്ത ലെയർ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലും കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം തേച്ച് കൊടുക്കുക. അപ്പോൾ ചട്ടകം ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക, സൈഡിലും ഒക്കെ ആക്കി കൊടുക്കുക. കേക്ക് ഫുള്ള് ഇതേപോലെ ക്രീം കൊണ്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡോ എന്തെങ്കിലും ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നാൽ കറക്റ്റ് എഡ്ജസൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ എഡ്ജസൊക്കെ കറക്റ്റായി വന്നിട്ടുള്ള വിസിറ്റിംഗ് കാർഡ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റും കൊണ്ടുവന്നുകൊണ്ടാണ്. അപ്പോൾ അതിനൊന്നും ഒരു ടൂൾസും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതാ ഇനി ഇതൊരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് വെക്കാം. എത്രത്തോളം വെക്കാൻ പറ്റുമോ അത്രത്തോളം വെക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് കേക്കിൻ്റെ ടേസ്റ്റ് കൂടും. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയട്ടെ. ഞാൻ കേക്ക് തണുത്ത് വന്നപ്പോൾ നേരത്തെ നമ്മൾ സ്റ്റിഫാക്കി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിൽ റെഡ് ഫുഡ് കളറില്ലേ, അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതേപോലെ ഒരു ഓറഞ്ച് കളർ കിട്ടി. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്നും കൂടിയും ക്രീം തേച്ച് കൊടുത്തു. എന്നിട്ട് ഒരു അരമണിക്കൂർ കൂടി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷേ അവസാനം വേണ്ടിയിരുന്നില്ല എന്നായി. കാരണം ആ വെള്ള കേക്ക് കാണാനിരുന്നു ഭംഗി ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ കാണുമ്പോൾ വെള്ള കേക്കായിരുന്നു ഒന്നും കൂടി നല്ലതെന്ന് തോന്നി. കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കളറായിട്ടുള്ളത്. ഈ കളറിൻ്റെ ബാക്കിലെ കഥ അതാണ്. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു കറക്റ്റ് ടേസ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 1/2 കിലോൻ്റെ ഒക്കെ ഒരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻസ് ഒന്നുമില്ല. കാരണം നമ്മൾ ആവിയിലാണല്ലോ വേവിച്ചെടുക്കണേ, പാത്രത്തിനും ഒന്നിനൊന്നും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു 3/4 മണിക്കൂർ വേവിക്കാൻ വെക്കണം എന്നുള്ള അതൊന്നേ ഉള്ളൂ. അല്ലാത്തൊക്കെ എളുപ്പമുള്ള പണികളാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. പിന്നെ ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ കാണുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്നും പറയണ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയി കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.